Hi friends, welcome back to our YouTube channel Happy Life with Sree. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ടുള്ളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുപോയേക്കണേ. മാത്രമല്ല ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും നല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ക്യാപ്സിക്കം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കായൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ടി കുറഞ്ഞരിഞ്ഞിട്ട്. പിന്നെ 2 പച്ചമുളക്, സവോള, കറിവേപ്പില, ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് എണ്ണ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിനി ഇതിലേക്ക് സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ഒരു സവോളയാണ് കേട്ടോ എടുത്തത്. ഇനി 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തു. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. സവോള ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്നനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ എപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോഴും ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണേ. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ചേർത്തതെന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിൽ ഈ ഗ്രീൻ കളറില്ലേ, ഇതൊരുപാട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പിന്നെ ഇത് ഒരുപാട് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത മസാലയും പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിതിലേക്ക് വേറെ വെള്ളം അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ എണ്ണയിൽ കിടന്ന് തന്നെയാണ് നമ്മുടെ ഈ കറി വെന്ത് കിട്ടുന്നത്. ഒന്നുകൂടി ഇളക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒരു പകുതി ശതമാനം ഒന്ന് കുക്കായിട്ടുണ്ട്. ഒന്നും കൂടി മൂടി വെച്ച് കൊടുത്തു. നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ അണച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് വച്ച് നോക്കൂ. പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
ബൈ.